തിരുവനന്തപുരത്ത് മത്സരം UDF-ഉം BJP-യും തമ്മിലെന്ന് പറയുന്നത് ഒത്തുകളിയുടെ ഭാഗമാണെന്നാണ് LDF സ്ഥാനാർത്ഥി പന്നി രവീന്ദ്രൻ പറയുന്നത്. ഇടതുപക്ഷം നിന്ന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടാണ് ഡോക്ടർ തരൂരിൻ്റെ ലക്ഷ്യം. CAA-യിൽ കോൺഗ്രസിൻ്റേത് ഇരട്ടത്താപ്പാണെന്നും 24 പ്രത്യേക ഇലക്ഷൻ പരിപാടി മീറ്റ് ദ കാൻഡിഡേറ്റിൽ പന്നി രവീന്ദ്രൻ പറഞ്ഞു. രണ്ടാൾ കൂടി ഒരുമിച്ച് ചേർന്നാൽ വലിയ ഗുണവും കിട്ടുമെന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് അവർ. അതിൻ്റെ ഭാഗമായിരിക്കും ചിലപ്പം ഇപ്പം ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് തമ്മിലുള്ള മത്സരം, നമ്മൾ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലൊരു ഒത്തുകളിയുടെ ഭാഗമായിരിക്കും. ചിലപ്പം BJP ആണ് പ്രധാനപ്പെട്ട എതിരാളി എന്ന് ശശി തരൂരിനെ പോലൊരാൾ തിരുവനന്തപുരത്ത് നിന്ന് പറയുന്നത് ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെയോ ആരുടെയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ചില നയങ്ങൾ സ്വരൂപിക്കുന്നു എന്ന് പറയുന്നതിൽ ഞാനില്ല. CAA-യുടെ കാര്യത്തിൽ എന്താ കോൺഗ്രസിൻ്റെ സമീപനം? കോൺഗ്രസിൻ്റെ സമീപനം ചാഞ്ചാട്ടമാണ്. അവർക്ക് ഇത് മാത്രമല്ല, അയോധ്യയുടെ കാര്യത്തിലും ചാഞ്ചാട്ടമാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് സലീം മാലിക് തത്സമയം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ പന്നീൻ പറയാതെ പറയുന്ന കാര്യം എന്താണ്? ഗുഡ് മോർണിംഗ്. പന്ന്യൻ രവീന്ദ്രൻ ഇപ്പോൾ 24-ന്റെ പ്രത്യേക ഇലക്ഷൻ പരിപാടിയായ മീറ്റ് ദ കാൻഡിഡേറ്റ്സിലാണ് അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ നിലപാടൊക്കെ വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ ആദ്യ ദിവസങ്ങളിൽ ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ആരോപണങ്ങളിൽ പോലും ആ ബഹുമാനം നിലനിന്നിരുന്നു. അവരുടെ ഒരു സൗഹൃദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ദിവസങ്ങളിലൊക്കെ ആ ബഹുമാനത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ, വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 24-ന്റെ തന്നെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിലാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നടക്കുന്നത്. BJP-യും UDF-ഉം തമ്മിലുള്ള മത്സരമാണ്. LDF മത്സര ചിത്രത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയത്. അതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പന്ന്യൻ രവീന്ദ്രൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് ഇടതുപക്ഷത്തിന് സാധാരണഗതിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ ഒരു പ്രചരണ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഇരുവരും തമ്മിലുള്ള BJP-യും UDF-ഉം തമ്മിലുള്ള ഒത്തുകളിയാണ്, തങ്ങൾ തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, തിരുവനന്തപുരത്ത് മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്, താനും ശശി തരൂരും തമ്മിലാണ് എന്നുള്ളതാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ, ഈ ന്യൂനപക്ഷങ്ങളുടെ വിഷയത്തിൽ UDF-ന് ചാഞ്ചാട്ടമുണ്ട്. അത് പല വിഷയങ്ങളും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ CAA-യുടെ വിഷയത്തിൽ അത് ബോധ്യപ്പെട്ടതാണ്. ഇപ്പോൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ CAA-യുടെ വിഷയം പരാമർശിക്കാത്തത് അതിന് തെളിവാണ്. മാത്രമല്ല, അയോധ്യ വിഷയത്തിലും UDF-നും കോൺഗ്രസിനും ചാഞ്ചാട്ടമുണ്ടായിരുന്നു. ശശി തരൂറിനെതിരെ വ്യക്തിപരമായി കൂടി വലിയ കടന്ന പരാമർശങ്ങളിലേക്ക് കടക്കുകയാണ്. താൻ വിശ്വപൗരനൊന്നുമല്ല, തനിക്ക് വിശ്വപൗരനാകുകയും വേണ്ട, മാത്രമല്ല ഇംഗ്ലീഷ് അറിയുക എന്നുള്ളതല്ല പാർലമെന്റിൽ പോകേണ്ട അതിന്റെ അടിസ്ഥാന യോഗ്യത എന്നതുകൂടി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ